അപ്പോൾ ഇന്ന് 27 രാവിലെ. അപ്പോൾ വെളുപ്പിന് രാവിലെ ഞാൻ ഇടയത്താരത്തിന് ചായയും കാടമുട്ടയാണ് കഴിച്ചുള്ളൂ. പിന്നെ രാവിലെ എക്സാമിനൊക്കെ പോയി. സത്യം പറഞ്ഞാൽ ഇച്ചിരി ഫുഡ് കഴിച്ചുകൊണ്ടാകുന്നു. എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് രാവിലെ എണ്ണിച്ചപ്പോഴും ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ബസ്സൊക്കെ കയറി കടയിൽ സ്റ്റാൻഡിൽ വന്നിട്ട് അമ്മച്ചിയുടെ കൂടെ വീട്ടിൽ പോകട്ടോ. എല്ലാ അമ്മച്ചാണി റോഡിന് വേദനയ്ക്കില്ലേ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നത്. കാരണം അത്രയ്ക്ക് സ്ലോ ഇല്ല. ഞാൻ കൊണ്ട് പുള്ളി ഒരുമായി ചത്ത അവസ്ഥയിലാണ് വീട്ടിൽ വന്നത്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചു. നമുക്കിന്ന് ബിരിയാണി ആയിരുന്നു. ബിരിയാണി, സാലഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പുറത്തു നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് എല്ലാവർക്കും അങ്ങനെ ആക്കി. നോമ്പ് പിടിക്കുന്ന സമയത്ത് നമുക്ക് പലതും കഴിക്കാനുള്ള ടെൻഡൻസി കേട്ടോ. എനിക്ക് പലപ്പോഴും ഇങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വഴിയിൽ കരിക്ക് ഇങ്ങനെ കരിമ്പൊക്കെ യൂസ് അടിക്കുന്ന സത്യമായിട്ട് എനിക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ. അപ്പം നോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊക്കെ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ എന്നിട്ട് ഇന്നാണെങ്കിൽ കുറേ ദിവസമായിട്ട് ലഡ്ഡു തിന്നണമെന്ന് ഭയങ്കര ഒരു മോഹമായിരുന്നു കേട്ടോ. ഗർഭിണികൾക്ക് പോലും കാണത്തില്ല ഇമാതിരി കൊതിയൊന്നും. എന്നാൽ എല്ലാവർക്കും അങ്ങനെ കേട്ടോ. ഈ നോമ്പ് പിടിക്കുന്ന മിക്കവർക്കും അങ്ങനെയൊക്കെ. പിന്നെ എല്ലാം ഒട്ടിച്ചൊക്കെ തിന്നു. പിന്നെ ചായ കുടിച്ചു. പിന്നെ ആ ലഡ്ഡുവിൻ്റെ ബാക്കി കഴിച്ചു. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്യണേ.